ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ഗാർഡനിങ് വ്ളോഗാണ്. അപ്പോൾ ഞങ്ങളുടെ ടെറസിൽ എങ്ങനെയാണ് ഞങ്ങൾ കൊക്കോപീറ്റും മണ്ണും മറ്റു ചില കാര്യങ്ങളും മിക്സ് ചെയ്ത് ബാഗുകളിൽ നിറച്ച് ചെടി നട്ടതെന്നാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. പിന്നെ ചെടി നട്ട ശേഷം, അതായത് വിത്തുകളൊക്കെ പാകിയ ശേഷം ഒരു 4 ആഴ്ചയ്ക്ക് ശേഷമുള്ള ഒരു ഗ്രോത്തിൻ്റെ സ്റ്റേജും കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഗാർഡനിങ്ങിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ കമ്പാ പോട്ട് എന്താണെന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ കിച്ചണിലെ നമ്മൾ സാധാരണയായി വേസ്റ്റിലേക്ക് കളയുന്ന വെജിറ്റബിളിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ തൊലിയും മുട്ടത്തോടും ഉള്ളിത്തോലും അങ്ങനെയുള്ള കാപ്പി ചായയുടെ ഒക്കെ അരിച്ചെടുക്കുന്ന വേസ്റ്റും ഒക്കെ നമ്മൾ ഈ കമ്പാ പോട്ടിനകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ അത് നല്ല വളമായിട്ട് മാറും. ആ വളത്തിനെയാണ് കമ്പോസ്റ്റ് എന്ന് പറയുന്നത്. കമ്പോസ്റ്റ് ശരിക്കും ചെടികൾക്ക് വളരെയധികം ന്യൂട്രീഷ്യസ് ആണ്. അത് നമ്മൾ വീട്ടിലെ വേസ്റ്റ് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളൊരു തൃപ്തി നമുക്ക് തരും. അപ്പോൾ ഈ കമ്പാ പോട്ട് ഞങ്ങൾ മേടിച്ചത് ഇവിടെ ബാംഗ്ലൂരിലെ ഇന്ദിരാനഗറിൽ നിന്നാണ്. ഡെയിലി ഡംപ് എന്നാണ് ആ ഓർഗനൈസേഷൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഗാർഡനിങ്ങിന് നമുക്ക് വേണ്ടത് ഇതുപോലെ ചില ടൂൾസും കൂടെയാണ്. ഒരു ചെറിയ മൺവെട്ടി വേണം, ഒരു റേക്ക് വേണം. നമ്മുടെ ഒരു ബാച്ച് കമ്പോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. 2 മാസം മുമ്പ് വേസ്റ്റ് എല്ലാം ഇട്ട് വെച്ചതാണ്. ചകിരിയും മുട്ടത്തോടും പിന്നെ ഒരല്പം കൊക്കോപീറ്റും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ വെച്ച് കൊടുക്കണം, മോയ്സ്ചറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഞാൻ മറ്റൊരു വ്ളോഗിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് റെഡിയായ കമ്പോസ്റ്റ് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മണ്ണാണ്. നമുക്കിവിടെ കിട്ടുന്നത് ചെമ്മണ്ണാണ്. അപ്പോൾ സാധാരണ മണ്ണായാലും കുഴപ്പമില്ല, ഗാർഡനിങ് ഷോപ്പിലൊക്കെ കിട്ടും, നഴ്സറീസിലൊക്കെ വാങ്ങാൻ കിട്ടും. പിന്നെ ഞാൻ കഴിഞ്ഞ ജൂലൈയിൽ 17-ാം തീയതി പോസ്റ്റ് ചെയ്തിരുന്ന എപ്പിസോഡിൽ കാണിച്ച കൊക്കോപീറ്റ് നമുക്ക് പൊടിയായിട്ടും വാങ്ങാൻ കിട്ടും, അല്ല ഞാൻ കാണിച്ച പോലെ ബ്ലോക്കായിട്ട് വാങ്ങിച്ച് എക്സ്പാൻഡ് ചെയ്തെടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലുള്ള കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ മണ്ണ് കുറേ നാളിങ്ങനെ ചാക്കിലിരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെടികൾക്ക് ഒരു നല്ല വളമാണ് ചാമ്പൽ. അതായത് അതിന് ആവശ്യമുള്ള കാർബണൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് ചാമ്പലാണ്. കരിയിലയും അത്യാവശ്യം തടി കഷ്ണങ്ങളൊക്കെ ഇട്ട് കത്തിച്ച് ചാമ്പൽ കിട്ടുകയാണെങ്കിൽ അത് ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഞങ്ങൾക്ക് ചാണകപ്പൊടി കിട്ടിയിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഗാർഡൻ ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കുന്നത്. ഗാർഡൻ ഫെർട്ടിലൈസർ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല, എങ്കിലും അത്യാവശ്യം നമുക്ക് വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് ചേർക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു വലിയ ബാച്ചിന് ഒരു പാക്കറ്റാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ചാണകപ്പൊടി കിട്ടുകയാണെങ്കിൽ നിങ്ങളൊരു 1/2 ബക്കറ്റ് അളവിന് ചേർക്കാം. 1 ചാക്ക് മണ്ണിനും 1 ചാക്ക് കൊക്കോപീറ്റിനുമാണ് പറയുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച കമ്പോസ്റ്റും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പ്ലാന്റ് മീഡിയം, അതായത് പോട്ടിംഗ് മീഡിയം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞ ജൂലൈയിൽ ഞാൻ കാണിച്ചല്ലോ കൊക്കോപീറ്റ് എപ്പിസോഡിൽ കാണിച്ച ഗ്രോ ബാഗ്സ്. അപ്പോൾ ആ ഗ്രോ ബാഗ്സിലേക്കാണ് ഇത് നിറച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരു 2-3 ആളിൻ്റെ പണിയുണ്ട്. അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെയാണ് ഇത് ചെയ്യുന്നത്. ശരിക്കും ഒരാളിനെ കൊണ്ട് നടക്കില്ല. അപ്പോൾ ഇതുപോലെ ഗ്രോ ബാഗുകൾ ഞങ്ങൾ 10 ഗ്രോ ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത പോട്ടിംഗ് മീഡിയം. എല്ലാ ഗ്രോ ബാഗുകളിലും ഒരുവിധം നിറച്ചിട്ടുണ്ട്. ഇനി അത് എവിടെയാണോ ചെടി വെക്കേണ്ടത് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. ഇത് മഞ്ഞളാണ്, നമ്മൾ കുഴിച്ച് വെച്ചതാണ് കഴിഞ്ഞ ആഴ്ച. ഷൂട്ട് വരുന്നുണ്ട്. ഞങ്ങൾ മണ്ണൊക്കെ നിറച്ച ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ബാക്കി ചെടികളൊക്കെ നടാൻ വരുന്നത്. ആദ്യം മഞ്ഞൾ നട്ടുന്നതൊന്ന് ചെറുതായിട്ട് പൊടിച്ച് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമുക്ക് പാവയ്ക്കയും മുളകും തക്കാളിയും ഒക്കെ ഒന്ന് നട്ടു കൊടുക്കാം. ഇതുപോലെ ഒരു ചെറിയ കുഴി എടുക്കുക, എന്നിട്ട് ഓരോ പാവലിൻ്റെ വിത്തും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ജോലിയൊന്നുമില്ല, എല്ലാ വിത്തും ഒന്ന് പാകി കൊടുക്കേണ്ട മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ഗ്രോ ബാഗിനകത്ത് ഒരു 3 മുതൽ 4 വിത്തുകൾ വരെ ഇടുന്നുണ്ട്. എത്ര എണ്ണം പൊടിച്ചു വരുമെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് മുളക് ചെടി വളർത്താൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവരുടെ വീട്ടിലും ഉണക്കമുളക് ഉണ്ടാകും. അപ്പോൾ ഒരു ഉണക്കമുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുത്താൽ മാത്രം മതി. അതിൽ നിന്ന് തന്നെ കുറേ ചെടി വരും.
ചെറിയ ചെടിച്ചട്ടിയിലോട്ട് കുറച്ച് ഉലുവ നട്ട് കൊടുക്കാം. നമ്മുടെ സാധാരണ ഉലുവ, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ഉലുവയുടെ വിത്ത് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് 1 ഇഞ്ച് കട്ടിയിൽ പുറത്ത് മണ്ണിടുക. മണ്ണ്, അതായത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണിൻ്റെയും കൊക്കോപീറ്റിൻ്റെയും മിശ്രിതം. ഇതാണ് സ്പ്രിംഗ് ഓണിയൻ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച സ്പ്രിംഗ് ഓണിയൻ്റെ ഇല കട്ട് ചെയ്ത് മാറ്റിയ ശേഷം അതിൽ നല്ല വേരുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് നട്ട് നോക്കാം നമുക്ക് വരുമോ. ഈ വേര് അടിയിൽ പോകുന്ന രീതിയിൽ കുറച്ച് ആഴത്തിൽ വെച്ച് കൊടുത്തിട്ട് മണ്ണുകൊണ്ട് കവർ ചെയ്യാം. ഇതിൽ മത്തങ്ങ ചെടിയാണെന്ന് തോന്നുന്നു, അത് വളരട്ടെ. ഇവിടെയും തക്കാളിയും മുളക് ചെടിയൊക്കെ വളർന്നു വരുന്നുണ്ട്. കണ്ടില്ലേ, വേര് കുറച്ചൊരു കുഴി എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ചിട്ട് ചെറിയൊരു കുഴി ഇവിടെ വയ്ക്കാം അല്ലേ. പരീക്ഷണാർത്ഥം വയ്ക്കുന്നതാണ്. നമുക്ക് വരുവാണെങ്കിൽ സക്സസ് വരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ കുറച്ച് തക്കാളിയുടെ വിത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഒരു തക്കാളി ഓപ്പൺ ചെയ്ത് അതിൻ്റെ നടുക്കുള്ള ജെല്ലി പോലത്തെ ഭാഗമില്ലേ, അതിങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്കിതിൽ തക്കാളി അങ്ങ് നട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചിങ്ങനെ കുറച്ചായിട്ട് ഇടാം. ഓരോ സ്ഥലത്ത് കുറച്ച് കുഴിച്ചിട്ട് കുറച്ചിടുക. കുറച്ച് വിത്ത് ഇങ്ങനെ ഇടുക. ഏത് വരും നമുക്ക് പറയാൻ പറ്റില്ല. കുറച്ച് മണ്ണിടുക. ഇതിങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. പല രീതിയിൽ നമുക്ക് ഇട്ട് നോക്കാം. ഇതെല്ലാം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വരുമ്പോൾ നമുക്ക് നോക്കാം. മഴയും വെയിലും മാറി മാറിക്കൊണ്ട് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. 4-5 ആഴ്ച കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇതിൽ മഞ്ഞളും തക്കാളിയും പച്ചമുളകും പിന്നെന്താണ് പടവലങ്ങയും ഞാൻ നട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കാണിക്കാൻ വിട്ടുപോയതാണ്. പടവലങ്ങയും ഉലുവയും ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മഞ്ഞൾ ചെടി വളരെ നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. നമ്മൾ 4 ആഴ്ച മുമ്പ് ചെറിയൊരു ഷൂട്ടായിട്ട് കണ്ടതാണ്. അതിപ്പോൾ നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. എല്ലാ ചെടികളും നല്ല രീതിയിൽ വളർന്നു വന്നിട്ടുണ്ട്. മുളക് നമുക്ക് കുറേ ചെടികളുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നടണം. ഇതാണ് പാർസ്ലൈൻ. പാർസ്ലൈൻ എന്ന് പറയുമ്പോൾ ഒരു ഔഷധ ഗുണമുള്ള കാട്ടുചെടിയാണ്. അത് പറിച്ച് കളയരുത് ഇങ്ങനത്തെ ചെടി കണ്ടു കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ ആദ്യം ഇതിനു മുമ്പ് നട്ടിരുന്ന പച്ചമുളകും തക്കാളിയും ഒക്കെ നന്നായിട്ട് കായ്ച്ചു വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പേരമരം ഇടയ്ക്കിടയ്ക്ക് ഓരോ പേരയ്ക്ക് ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് നമുക്ക്. അപ്പോൾ നമ്മുടെ ഉലുവച്ചെടി അതും കഴിഞ്ഞ് ഒരു 2 ആഴ്ചയും കൂടി കഴിഞ്ഞപ്പോൾ ഇതുപോലെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പൂക്കുന്ന സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ഇതിന് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇവിടെ ഒരു സർപ്രൈസ് നിപ്പുണ്ട്, നമ്മുടെ ക്യാപ്സിക്കം. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിട്ട വിത്തായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ ഭംഗിയിൽ വരുമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ഇതിപ്പോൾ ചെറിയ സൈസാണ്. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം ഇത് വളരുമ്പോൾ. ഇവിടെയും കുറേ പാർസ്ലൈൻ ചെടികൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് നോക്കണം ശരിക്കും. അപ്പോൾ ഇതുപോലെ ചെടി നിങ്ങൾ കണ്ടാൽ പറിച്ചു കളയരുത്. അത് നല്ല ഔഷധ ഗുണമുള്ള ചെടിയാണ്. പിന്നെ അതെ നമ്മുടെ പച്ചമുളകിൻ്റെ തൈകൾ ഒരുപാട് നിൽപ്പുണ്ട്. അതിനെ മാറ്റി നടണം. തക്കാളി നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് കുക്കുംബറാണെന്ന് തോന്നുന്നു. ഇനി എല്ലാം നല്ല രീതിയിൽ വളർന്ന് ഒന്ന് കായ്ച്ചു വരട്ടെ. ചിലതൊക്കെ നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കായ് പിടിക്കും ഇതിനകത്ത്. തക്കാളി നല്ല രീതിയിൽ പൂത്ത് വരുന്നുണ്ട്.
കഴിഞ്ഞ വ്ളോഗിൽ ജൂലൈയിൽ കാണിച്ച ഗാർഡനിങ് വ്ളോഗിൽ കണ്ട പച്ചമുളകിൻ്റെ ചെടിയാണിത്. അത് ഇനിയും വളർന്ന് ആ പൂക്കളൊക്കെ കായ്കളായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കൊരു ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഈ പച്ചമുളക് പറിക്കാം. നമ്മുടെ പച്ചമുളക് നല്ല രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട്. മൊത്തത്തിലൊരു 4 ആഴ്ചയോളം സമയമാണ് എടുത്തത് ഇത് നന്നായിട്ട് സൈസിൽ വരാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഉപയോഗിക്കാം. നമ്മുടെ സ്വന്തം വീട്ടിലെ പച്ചമുളക് വളർത്തിയെടുക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു ബേസ് ഉണ്ടായാൽ മതി. അത്യാവശ്യം പരിചരണം കൊടുത്താലും നമുക്കിതുപോലെ വീട്ടിലാവശ്യമുള്ള പച്ചമുളക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് മറ്റു ചെടികളും. തക്കാളിയും അത്യാവശ്യം കത്തിരിക്ക, വെണ്ടയ്ക്ക ഒക്കെ തന്നെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഇത്തവണ അതൊന്നും ഇട്ടിട്ടില്ല. ബേസിക്കായിട്ടുള്ള ചെടികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. തക്കാളി നമുക്ക് പിടിച്ചു വരുന്നുണ്ട്. പിന്നെ 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ട ക്യാപ്സിക്കം അല്ല ഇപ്പോൾ വലുതായിട്ട് വരുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനിയും ഇത് വലുതാവും തോന്നുന്നു. കുറച്ച് വെയിലും മഴയും മാറി മാറി വന്ന കാരണം ചെടികൾ കുറച്ച് മഞ്ഞളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്താൽ നന്നായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ കണ്ടത് നമ്മൾ ചെടിയൊക്കെ നടാനായിട്ട് സോയിൽ എങ്ങനെയാണ് മിക്സ് ചെയ്തതെന്നുള്ളതും പിന്നെ ഒരു മാസം കൊണ്ടുള്ള ഒരു ട്രാൻസിഷനുമാണ്. ചെടി വിത്തൊക്കെ പാകിയ ശേഷം എങ്ങനെയാണ് ചെടി വളർന്നു വന്നതെന്നുള്ളതുമാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ ഇനിയും ഉള്ള അപ്ഡേറ്റ്സൊക്കെ ഞാൻ ഇനി വരുന്ന ഏതെങ്കിലും ഒരു എപ്പിസോഡിൽ ഗാർഡനിങ് വ്ളോഗായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് പഴുത്ത് കുട്ടപ്പനായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ മറക്കാതെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.